മാർക്കോ 2 എന്ന് പറയുന്ന ഒരു സിനിമ സംഭവിക്കുമോ? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ സിനിമയ്ക്കകത്ത് വരാൻ പോകുന്ന വില്ലൻ എന്ന് പറയുന്നത് സാക്ഷാൽ റോളക്സ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും? ശരിക്കും പല ആൾക്കാരും ചിന്തിച്ചേക്കുന്ന ഒരു കോമ്പിനേഷൻ തന്നെയാണ്. റോളക്സ് എന്ന് പറയുന്നത് ഹൈലി ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എന്നാൽ അതുപോലെ തന്നെ അതിനേക്കാൾ മേലൊരു ബെഞ്ച് മാർക്കായിട്ട് നിൽക്കുന്ന മറ്റൊരു നായക കഥാപാത്രമാണ് മാർക്കോ എന്ന് പറയുന്ന നമ്മുടെ ഉണ്ണിമൂന്നിന്റെ കഥാപാത്രം. ഇവർ രണ്ടുപേരും കൂടി ഒരു ഫേസ് ഓഫ് നടത്തിയാൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യം പല ആൾക്കാരും പല സ്റ്റാറ്റസുകൾ കിട്ടിയതെന്ന് കാണാൻ സാധിച്ചായിരുന്നു. എന്നാൽ ആ സ്റ്റാറ്റസുകളെല്ലാം സത്യമാവാനായിട്ട് പോവാണ്. മാർക്കോ സിനിമ അങ്ങനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സെൻസേഷൻ ആയിട്ടുള്ള സിനിമയായിട്ട് മാറിയേക്കാണ്. ഏറ്റവും വലിയൊരു വയലന്റ് സിനിമയായിട്ട് മാറിയേക്കാണ്. കഴിഞ്ഞ ദിവസം ടോക്സിക് എന്ന് പറയുന്ന യഷിന്റെ സിനിമ വന്നേക്കുന്ന സമയത്ത് അതിന്റെ താഴെ വന്നേക്കുന്ന ആ ഒരു ടീസറിന്റെ താഴെ വന്നിരുന്ന കമന്റ്സുകൾ നോക്കുന്ന സമയത്താണ് നോർത്തിൽ നിന്ന് വന്നേക്കുന്ന ഒരുപാട് കമന്റ്സുകൾ എന്ന് പറയുന്നത് മാർക്കോ ക്യാൻ ഈറ്റ് 100 യാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സുകൾ കാണാൻ പറ്റിയായിരുന്നു. ഒരു ക്യാരക്ടർ എന്നുള്ള രീതിക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കോ എന്ന് പറയുന്നത് പക്കാ സ്വാഗർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെയാണല്ലേ. പക്ഷെ അങ്ങനെ നോർത്തിൽ അവർ ഏറ്റെടുത്തേക്കുന്ന രീതി എന്ന് പറയുന്നത് KGF-നേക്കാളൊക്കെ മേലെ എന്നുള്ള രീതിക്കൊക്കെയാണ് പല ആൾക്കാരും മാർക്കോയുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ആ ഒരു കാര്യം നമ്മൾ പറയാൻ പോകുന്ന ആ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാൻ ബോയ് എന്നുള്ള രീതിക്ക് എനിക്ക് ഇതിനും മേലെ വേറെ ഒന്നും കിട്ടാനായിട്ടില്ല. കാരണം ഇയാളുടെ ഒരു സ്ക്രീൻ പ്രസൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിയേക്കുന്ന ഇപ്പോഴത്തെ അപ്രീസിയേഷൻ്റെ ഒരു 10 മടങ്ങ് അപ്രീസിയേഷൻ ആയിരിക്കും മാർക്കോ 2 എന്ന് പറയുന്ന സിനിമയ്ക്ക് ഉണ്ടാവുന്നുള്ളൊരു കാര്യം തന്നെയാണ് തോന്നുന്നത്. മാർക്കോയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു നമ്മൾക്ക് ആദ്യമേ തന്നെ കിട്ടേണ്ടിരുന്ന ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ പ്രൊഡ്യൂസർ തന്നെ കൃത്യമായിട്ട് കൺഫേം ചെയ്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മാർക്കോ 2 എന്തായാലും ഉണ്ടാവും. എത്രയും പെട്ടെന്ന് മാർക്കോ സിനിമയുടെ അവസാന ഭാഗത്ത് ഒരു ടെയിൽ എൻഡ് ഇട്ടുകൊണ്ട് ഒരു എൻ ക്രെഡിറ്റ് സീൻ ഇട്ടുകൊണ്ടാണ് ഈ സിനിമ അവസാനിപ്പിക്കുന്നത് അല്ലേ. കുറച്ച് പേര് കാറി വരുന്ന ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. ആരാണ് ആ ഒരു വില്ലൻ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ടിന്റെ അവസാന ഭാഗത്ത് ഒരു സെക്കൻഡ് പാർട്ട് എങ്ങനെ തുടങ്ങാൻ പറ്റുന്നൊരു കാര്യം ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം എന്താ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ കാണിക്കുന്ന സ്വർണം എന്ന് പറയുന്ന ഗോൾഡ് എന്ന് പറയുന്ന ഒരു സിൻഡിക്കേറ്റ് തന്നെയാണ്. ഈ സിനിമയുടെ ഒരു കഥ എന്താണെന്നുള്ളൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ മയക്കുമരുന്ന് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ MDMA പോലെയുള്ള സബ്സ്റ്റൻസിനെ ബേസ് ചെയ്ത് നടക്കുന്ന അതിൻ്റെ ഇടയിൽ നടക്കുന്ന പല പരിപാടികളാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് കൃത്യമായിട്ട് പറഞ്ഞു പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഗോൾഡാണ്. ഗോൾഡ് സിൻഡിക്കേറ്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഫാമിലി അവരുടെ ഇന്റേണലായിട്ട് നടക്കുന്ന കുറേ ഇഷ്യൂസുകളാണ് ഈ സിനിമയിൽ കാണിച്ചു പോകുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് ഈ സ്വർണ്ണവുമായിട്ട് ബന്ധപ്പെട്ട് കിലോ കണക്കിന് വരുന്ന സ്വർണ്ണവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു നിന്നൊരാൾ വരാണെന്നുണ്ടെങ്കിൽ പുറത്തു നിന്ന് മറ്റൊരു സ്റ്റേറ്റിൽ നിന്നൊരാൾ വരാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നടക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ് രണ്ടാം ഭാഗത്തിൽ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ സാധ്യതകൾ എന്ന് പറയുന്നത് അനന്ത സാധ്യതയാണ്. കാരണം ജോൺ വിക്കിന്റെ കാര്യം പറഞ്ഞിരിക്കുന്ന പോലെ ആദ്യം ഒരു ചെറിയ ഫൈറ്റ് ആയിട്ട് തുടങ്ങി, അതിനുശേഷം പിന്നെ ആ ഫൈറ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പോകുന്ന തരത്തിലുള്ള ഒരു ഫൈറ്റ് ആയിട്ട് മാറി. അങ്ങനെയാണ് ജോൺ വിക്ക് 4 വരെ നമ്മൾ എത്തിക്കുന്നത്. എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഗോൾഡാണ്. ഈ ഗോൾഡിന് വേണ്ടി നടത്തുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് ഒരു രണ്ടാം ഭാഗം വരാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാനുള്ള പോസിബിലിറ്റി സിനിമയ്ക്കകത്തുണ്ടെന്നുള്ളൊരു കാര്യത്തിലാണ് എനിക്ക് തോന്നിയത്. മാർക്കോ എന്ന് പറയുന്ന സിനിമയിൽ വന്നിരിക്കുന്ന വില്ലൻ എന്ന് പറയുന്ന സൈറസ് ഒന്നും പറയാനില്ല. അങ്ങേർക്ക് മേലെ വെക്കാൻ പറ്റുന്ന ഒരു നടനെ ഇനി ആരെ കൊണ്ടെന്ന് വെക്കും. സപ്പോസ് മാർക്കോ 2 സംഭവിച്ചു കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ വന്നേക്കുന്ന സിനിമേനേക്കാളും മേലെ നിൽക്കുന്ന ഒരു സിനിമയാവണം. അതിനനുസരിച്ചുള്ള വില്ലനിസം വേണം, അതിനനുസരിച്ചുള്ള ബ്രൂട്ടാലിറ്റി വേണം. ഇതൊക്കെ വേണമെന്ന് പറയുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വില്ലൻ ആരാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ പ്രൊഡ്യൂസറായിട്ടുള്ള ഷെരീഫ് മുഹമ്മദ് തന്നെ ഒരാളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തായിട്ട് കാണാൻ സാധിച്ചായിരുന്നു. ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് LCU എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് ശരിക്കും റോളക്സ് പറയുന്ന കഥാപാത്രം ചെയ്യാനായിട്ട് നിന്നായിരുന്ന ആദ്യത്തെ ആക്ടർ എന്ന് പറയുന്നത് ചിയാൻ വിക്രായിരുന്നു. ചിയാൻ വിക്രത്തിനെ ചെന്ന് അപ്രോച്ച് ചെയ്തതിന് ശേഷമാണ് ശരിക്കും സൂര്യ ഈ ഒരു ക്യാരക്ടറിനെ ഏറ്റെടുക്കുന്നതും അതേ ഒരു ക്യാരക്ടർ ചെയ്യുന്നതും. ഇത് വെറും ഒരു ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങ് വിട്ടുകളയായിരുന്നു. പക്ഷെ കുറച്ച് ദിവസം മുമ്പേ തന്നെ റൂമർ വന്നിട്ടുണ്ടായിരുന്നു മാർക്കോ 2 എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് വരാൻ പോകുന്ന വില്ലൻ എന്ന് പറയുന്നത് ചിയാൻ വിക്രമാന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു റൂമർ വന്നായിരുന്നു. പക്ഷെ എൻ്റെ ഒരു തോന്നലാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഒരു പേഴ്സണൽ തോന്നലാണ് ഞാൻ പറയുന്നത്. ചിയാൻ വിക്രത്തിന് പകരം ചിയാൻ വിക്രത്തിന്റെ മകനായിട്ടുള്ള ധ്രുവ് വിക്രം വരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവുന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിച്ചായിരുന്നു. ഇത് ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നൊരു കാര്യമാണ്. എൻ്റെ മനസ്സിലൊരു പ്രാവശ്യം കുറച്ച് നാൾക്ക് മുമ്പ് ഒരു സ്ക്രിപ്റ്റിൻ്റെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്ന സമയത്ത് ഒരു തോട്ട് ഇങ്ങനെ വന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടമാണ്, സിനിമ കാണാനും വായിക്കാനും എഴുതാനൊക്കെ നമുക്ക് ഇഷ്ടമാണ്. ആ തരത്തിൽ എൻ്റെ മനസ്സിൽ വന്നിരുന്നൊരു തോട്ടായിരുന്നു ധ്രുവ് വിക്രത്തിനെ വെച്ചിട്ടുള്ള ഒരു സാധനം ആൻറ്റഗണിസ്റ്റ് ആയിട്ട് ധ്രുവ് വിക്രം വരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവുന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിച്ചായിരുന്നു. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മഹാൻ സിനിമയൊക്കെ കണ്ടേക്കുന്ന സമയത്താണ് ഞാനെന്നല്ല പറയുന്നത് എല്ലാ ഓഡിയൻസിനും ഭയങ്കര ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചായിരുന്ന ഒരു വില്ലൻ റോൾ തന്നെയായിരുന്നു ശരിക്കും ധ്രുവ് വിക്രം മഹാൻ എന്ന് പറയുന്ന സിനിമയിൽ കാഴ്ചവെച്ചായിരുന്നത്. അപ്പൻ മകൻ എന്ന് പറയുന്ന റോളാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അവർ തമ്മിലുള്ള ഒരു വില്ലനിസം, ഹീറോ വേഴ്സസ് വില്ലൻ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ കട്ടനെയായിരുന്നു. അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരാൾ തന്നെയാണ്. സോ അയാളൊക്കെയാണ് ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ടിനകത്ത് മാർക്കോ സിനിമയുടെ സെക്കൻഡ് പാർട്ടിനകത്തൊക്കെ വില്ലനായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അത് പൊളിയായിരിക്കും. അങ്ങേക്ക് ബ്രൂട്ടാലിറ്റി ചെയ്യാനായിട്ട് അറിയുകയും ചെയ്യാം കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനത്തെ പല പടങ്ങളും ഭയങ്കര ലൗഡായിട്ടുള്ള പടങ്ങളാണ്, ഭയങ്കര പൊട്ടൻഷ്യലാണ്, ഭയങ്കര സ്കിൽഡാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹമായിരിക്കും ഈ സിനിമയിൽ വരാ എന്നുള്ളൊരു കാര്യം പോലും നമുക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെയും ഒരു ഫോട്ടോ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തിനാണെങ്കിലും വലിയ പ്രതീക്ഷ തന്നെയാണ്. സിംഗപ്പൂരിൽ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ R21 സർട്ടിഫിക്കേഷൻ കിട്ടിയിരിക്കുന്ന ഒരു സിനിമയായിട്ടാണ്.
എന്താണ് ഈ R21 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 21 എന്ന് പറയുന്ന സംഭവം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് 18+ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആയിരുന്നു കിട്ടിയിരുന്നല്ലേ. 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർ ഈ സിനിമ കാണാൻ പാടില്ല എന്നുള്ളൊരു റെഗുലേഷൻ ആയിരുന്നു കിട്ടിയിരുന്നത്. സിംഗപ്പൂർ ഈ സിനിമ 21 വയസ്സിന് മേലെയുള്ള ആൾക്കാർക്ക് മാത്രമേ കാണാനായിട്ട് സാധിക്കൂ. അതാണ് അവിടുത്തെ റൂൾ. അതാണ് R21 എന്ന് പറയുന്ന ഒരു സെൻസറിങ് എന്ന് പറയുന്നത്. R21 കിട്ടിയേക്കുന്ന ആദ്യ ഇന്ത്യൻ സിനിമ കൂടിയിട്ടാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. എന്താ അല്ലേ, എത്രമാത്രം വയലൻ പടങ്ങൾ, ആക്ഷൻ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും മാർക്കോ സിനിമയ്ക്കാണ് R21 എന്ന് പറയുന്ന ഒരു കാറ്റഗറി, അങ്ങനെ ഒരു സെൻസർഷിപ്പ് കിട്ടിയേക്കുന്നത്. അവിടെ 21 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്ക് മാത്രമേ കാണാനായിട്ട് സാധിക്കൂ എന്നുള്ളൊരു കാര്യം തന്നെയാണ് പുതിയ അപ്ഡേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എല്ലാ രാജ്യങ്ങളും ഭയങ്കരമായിട്ട് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് മാർക്കോ സിനിമ. ഒരു സെക്കൻഡ് പാർട്ട് എന്തായാലും ഈ സിനിമയ്ക്ക് ഉണ്ടെന്നുള്ളൊരു കാര്യം ഇപ്പോൾ കൺഫേംഡ് ആണ്. പക്ഷേ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തേക്കുന്ന ഒരു സിനിമ, ഏറ്റവും കൂടുതൽ കളക്ഷൻ റെക്കോർഡ് നേടിയേക്കുന്ന ഒരു ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലോട്ട് പുഷ്പ എന്ന് പറയുന്ന സിനിമ 1ാം സ്ഥാനം നേടും എന്നുള്ളൊരു കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുഷ്പ സിനിമയുടെ റെക്കോർഡ് എന്ന് പറയുന്നത് 2000 കോടി രൂപയോളമായെന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 2000 കോടി രൂപയുടെ സിനിമയാണ് ഞാനന്ന് FDFS കാണാൻ പോയെന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിക്കുകയാണ്. കാരണം അറിയാം, ഈ സിനിമയെ കുറിച്ച് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഭയങ്കര ഡിസാസ്റ്റർ എന്നുള്ള രീതിക്കല്ല ഞാൻ പറഞ്ഞത്. അതൊരു തെലുങ്ക് പടം എന്നുള്ള രീതിക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയായിരുന്നു. പക്ഷേ കേരളത്തിൽ ഡിസാസ്റ്റർ ആയിരിക്കുന്ന ഒരു സിനിമ, അത് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തേക്കുന്ന ബാഹുബലിയുടെ പോലെ റെക്കോർഡ് തകർത്തു എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്പർ ഓഫ് പീപ്പിൾ ഈ സിനിമ വന്ന് കണ്ടേക്കുന്നതിൻ്റെ ഫുഡ് സ്റ്റെപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 10 കോടി ആൾക്കാരായിരുന്നു ശരിക്കും ബാഹുബലി എന്ന് പറയുന്ന സിനിമ കണ്ടായിരുന്നത്. പക്ഷേ അതേ സ്ഥാനത്ത് പുഷ്പ എന്ന് പറയുന്ന സിനിമയുടെ വെറും 6 കോടിയാണെന്നുള്ളൊരു കാര്യമാണ്. അതായത് 10 കോടി ആൾക്കാർ കണ്ടേക്കുന്ന സമയത്താണ് ബാഹുബലി എന്ന് പറയുന്ന സിനിമ ഓൾമോസ്റ്റ് 2000 കോടി രൂപയുടെ അടുത്ത് നേടിക്കണമെന്നുണ്ടെങ്കിൽ, 6 കോടി ആൾക്കാർ കണ്ടേക്കുന്ന സമയത്ത് തന്നെ പുഷ്പ എന്ന് പറയുന്ന സിനിമ, പുഷ്പ 2 ദ റൂൾ എന്ന് പറയുന്ന സിനിമ 2000 കോടി രൂപയോളം നേടിയിട്ടുണ്ട്. അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് നല്ല രീതിക്ക് അങ്ങ് ഇൻഫ്ലേറ്റ് ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഭീമമായിട്ടുള്ള ടിക്കറ്റ് റേറ്റ് ഇട്ടുകൊണ്ട് തന്നെയാണ് ഇവർ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു കളക്ഷൻ നേടിക്കുന്നത്. സോ പുതിയ സ്ട്രാറ്റജി ആയിട്ട് ഇവർ ഫോർമുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ ഇനി ഷോക്കേസ് ചെയ്യുന്നതിൽ 20 മിനിറ്റോളം കൂടുതലായിട്ടുള്ള സീക്വൻസുകൾ, അതായത് 3-3.25 മണിക്കൂറിൻ്റെ ഒരു സിനിമയായിട്ടായിരിക്കും പുഷ്പ 2 ഇനിയുള്ള റിലീസുകൾ എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. ഇതുവരെ കാണാത്ത കുറേ പോർഷൻസ് കൂടി ആഡ് ചെയ്തേക്കുന്ന പുതിയ പ്രിന്റാണ് വന്നേക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെ പറഞ്ഞേക്കുന്നത്. സിനിമ 2000 കോടി നേടിയിട്ട് തന്നെ പോകുന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തിനാണെങ്കിൽ എൻ്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിക്കുന്ന ഒരു ഫ്രാഞ്ചൈസി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പുഷ്പ തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെ എനിക്ക് തോന്നുന്നത്. ബാഹുബലിയുടെ 2 സിനിമകളുടെ റെക്കോർഡ് കൂടി ഒന്നിച്ചോടെ കൊണ്ടുപോകാനായിട്ടുള്ള പരിപാടിയാണ് ശരിക്കും പുഷ്പ ടീം പ്ലാൻ ചെയ്യണമെന്നുള്ളൊരു കാര്യം തന്നെ എനിക്ക് തോന്നുന്നത്. എനിവേസ്, എന്തൊക്കെ നേടിയാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ബാഹുബലി എന്ന് പറയുന്ന ബാഹുബലി തന്നെയാണ്. ആ കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. അത് ആരൊക്കെ വന്നാലും ആ ഒരു പേരിന് ഒരു മാറ്റം ഉണ്ടാവില്ല. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മാർക്കോ 2 എന്ന് പറയുന്ന സിനിമ സംഭവിക്കുമോ? അതിനകത്തുള്ള വില്ലൻ ആരായിരിക്കും? ധ്രുവ് വിക്രം ആയിരിക്കുമോ? ചിയാൻ വിക്രം ആയിരിക്കുമോ? ആരായിരിക്കും? അല്ലെങ്കിൽ ഇതിനേക്കാൾ സൈറസിനേക്കാളും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പവർ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നടൻ ആരായിരിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നമുക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ റൊണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.